എ.സി മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ 11 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ NCERT ചാപ്റ്ററുകളെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. +1 ജോഗ്രഫിയിലെ 8ാം അധ്യായത്തിലെ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭൂമിയുടെ അവിഭാജ്യ ഘടകമായ വായുപിണ്ഡത്തിൻ്റെ 99% ഭൗമോപരിതലത്തിൽ നിന്ന് എത്ര കിലോമീറ്ററുകൾക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്? 32 കിലോമീറ്റർ. ഭൂമിയുടെ അവിഭാജ്യ ഘടകമായ വായുപിണ്ഡത്തിൻ്റെ 99% ഭൗമോപരിതലത്തിൽ നിന്ന് എത്ര കിലോമീറ്ററുകൾക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്? 32 കിലോമീറ്റർ. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉയരത്തിൽ വരെ മാത്രമാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ജലബാഷ്പത്തിൻ്റെയും സാന്നിധ്യമുള്ളത്? 90 കിലോമീറ്റർ വരെ. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉയരത്തിൽ വരെ മാത്രമാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ജലബാഷ്പത്തിൻ്റെയും സാന്നിധ്യമുള്ളത്? 90 കിലോമീറ്റർ വരെ. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളുടെ 99% ഏതൊക്കെ വാതകങ്ങൾ ചേരുന്നതാണ്? നൈട്രജനും ഓക്സിജനും. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളുടെ 99% ഏതൊക്കെ വാതകങ്ങൾ ചേരുന്നതാണ്? നൈട്രജനും ഓക്സിജനും. ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡ്. സൗരവികിരണത്തിന് സുതാര്യവും എന്നാൽ ഭൗമവികിരണത്തിന് അതാര്യവുമായ വാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡ്. സൗരവികിരണത്തിന് സുതാര്യവും എന്നാൽ ഭൗമവികിരണത്തിന് അതാര്യവുമായ വാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഭൗമവികിരണത്തിൽ കുറച്ചു ഭാഗത്തെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും ഭൗമോപരിതലത്തിലേക്ക് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നത് ഏത് പ്രതിഭാസത്തിന് കാരണമാകുന്നു? ഹരിതഗൃഹ പ്രഭാവം. ഭൗമവികിരണത്തിൽ കുറച്ചു ഭാഗത്തെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും ഭൗമോപരിതലത്തിലേക്ക് പ്രതിഫലിക്കുകയും ചെയ്യുന്നത് ഏത് പ്രതിഭാസത്തിന് കാരണമാകുന്നു? ഹരിതഗൃഹ പ്രഭാവം. ഭൗമാന്തരീക്ഷത്തിലെ സ്ഥിരവാതകങ്ങളിൽ 0.93% വ്യാപ്തിയുള്ള ഏത് വാതകമാണ് അന്തരീക്ഷത്തിൽ മൂന്നാമതായി കൂടുതലുള്ള വാതകം? ആർഗൺ. ഭൗമാന്തരീക്ഷത്തിലെ സ്ഥിരവാതകങ്ങളിൽ 0.93% വ്യാപ്തിയുള്ള ഏത് വാതകമാണ് അന്തരീക്ഷത്തിൽ മൂന്നാമതായി കൂടുതലുള്ള വാതകം? ആർഗൺ. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കൂടുതലായുള്ള നാലാമത്തെ വാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കൂടുതലായുള്ള നാലാമത്തെ വാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഭൗമാന്തരീക്ഷത്തിൽ ഏകദേശം എത്ര ശതമാനമാണ് കാർബൺ ഡൈ ഓക്സൈഡ്? 0.036. ഭൗമാന്തരീക്ഷത്തിൽ ഏകദേശം എത്ര ശതമാനമാണ് കാർബൺ ഡൈ ഓക്സൈഡ്? 0.036%. ഭൗമാന്തരീക്ഷത്തിൽ കൂടുതലായുള്ള അഞ്ചാമത്തെയും ആറാമത്തെയും വാതകങ്ങളായവ നിയോൺ, ഹീലിയം എന്നിവ. ഭൗമാന്തരീക്ഷത്തിൽ കൂടുതലായുള്ള അഞ്ചാമത്തെയും ആറാമത്തെയും വാതകങ്ങളായവ നിയോൺ, ഹീലിയം എന്നിവ. അന്തരീക്ഷത്തിൽ സ്ഥായിയായ അളവിൽ നിലനിൽക്കാതെ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന വാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷത്തിൽ സ്ഥായിയായ അളവിൽ നിലനിൽക്കാതെ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന വാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കാനുള്ള പ്രധാന കാരണമെന്ത്? ജൈവ ഇന്ധനങ്ങളുടെ അമിതമായ ഉപയോഗം. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കാനുള്ള പ്രധാന കാരണമെന്ത്? ജൈവ ഇന്ധനങ്ങളുടെ അമിതമായ ഉപയോഗം. അന്തരീക്ഷത്തിലെ ഏത് വാതകത്തിൻ്റെ വർധനയാണ് കൂടുതൽ ഭൗമവികിരണം ആഗിരണം ചെയ്യാനും തന്മൂലം വർദ്ധിച്ച ഹരിതഗൃഹ പ്രഭാവത്തിനും കാരണമാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷത്തിലെ ഏത് വാതകത്തിൻ്റെ വർധനയാണ് കൂടുതൽ ഭൗമവികിരണം ആഗിരണം ചെയ്യാനും തന്മൂലം വർദ്ധിച്ച ഹരിതഗൃഹ പ്രഭാവത്തിനും കാരണമാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഹരിത പ്രഭാവം വർദ്ധിക്കുന്നത് മൂലമുള്ള പ്രധാന ദോഷഫലമെന്ത്? അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നു. ഹരിത പ്രഭാവം വർദ്ധിക്കുന്നത് മൂലമുള്ള പ്രധാന ദോഷഫലമെന്ത്? അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നു. ഭൗമോപരിതലത്തിൽ നിന്ന് 10 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭാഗത്ത് കണ്ടുവരുന്ന പ്രധാന വാതകമേത്? ഓസോൺ. ഭൗമോപരിതലത്തിൽ നിന്ന് 10 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭാഗത്ത് കണ്ടുവരുന്ന പ്രധാന വാതകമേത്? ഓസോൺ. സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന മാരകമായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയുടെ രക്ഷാകവചമായി വർത്തിക്കുന്ന വാതകപാളി ഏത്? ഓസോൺ. സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന മാരകമായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയുടെ രക്ഷാകവചമായി വർത്തിക്കുന്ന വാതകപാളി ഏത്? ഓസോൺ. തുടർച്ചയായ മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന അന്തരീക്ഷ ഘടകത്തിന് ഉദാഹരണമേത്? ജലബാഷ്പം. തുടർച്ചയായ മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന അന്തരീക്ഷ ഘടകത്തിന് ഉദാഹരണമേത്? ജലബാഷ്പം. ഉഷ്ണമേഖലാ പ്രദേശത്ത് വായുവിൽ ഏകദേശം എത്ര ശതമാനത്തോളം ജലബാഷ്പം അടങ്ങിയിരിക്കുന്നു? 4%. ഉഷ്ണമേഖലാ പ്രദേശത്ത് വായുവിൽ ഏകദേശം എത്ര ശതമാനത്തോളം ജലബാഷ്പം അടങ്ങിയിരിക്കുന്നു? 4%. വരണ്ടതും തണുത്തതുമായ മരുഭൂമികളിലും തണുത്ത പ്രദേശങ്ങളിലും വായുവിൽ ജലബാഷ്പത്തിൻ്റെ അളവ് എങ്ങനെയാണ്? 1%-ലും കുറവ്. വരണ്ടതും തണുത്തതുമായ മരുഭൂമികളിലും തണുത്ത പ്രദേശങ്ങളിലും വായുവിൽ ജലബാഷ്പത്തിൻ്റെ അളവ് എങ്ങനെയാണ്? 1%-ലും കുറവ്.
അന്തരീക്ഷത്തിൽ ഉയരം കൂടുന്തോറും ജലബാഷ്പത്തിൻ്റെ അളവിന് എന്ത് സംഭവിക്കുന്നു? കുറഞ്ഞു വരുന്നു. അന്തരീക്ഷത്തിൽ ഉയരം കൂടുന്തോറും ജലബാഷ്പത്തിൻ്റെ അളവിന് എന്ത് സംഭവിക്കുന്നു? കുറഞ്ഞു വരുന്നു. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിൻ്റെ അളവിന് എന്ത് സംഭവിക്കുന്നു? കുറഞ്ഞു വരുന്നു. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിൻ്റെ അളവിന് എന്ത് സംഭവിക്കുന്നു? കുറഞ്ഞു വരുന്നു. സൂര്യനിൽ നിന്നുള്ള വികിരണത്തെ ആഗിരണം ചെയ്യുന്നതോടൊപ്പം ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്തി ഭൗമോപരിതലത്തിൽ കൂടുതൽ ചൂടോ തണുപ്പോ ഇല്ലാതെ ഒരു പുതപ്പ് പോലെ നിലനിൽക്കുന്ന അന്തരീക്ഷ ഘടകമേത്? ജലബാഷ്പം. സൂര്യനിൽ നിന്നുള്ള വികിരണത്തെ ആഗിരണം ചെയ്യുന്നതോടൊപ്പം ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്തി ഭൗമോപരിതലത്തിൽ കൂടുതൽ ചൂടോ തണുപ്പോ ഇല്ലാതെ ഒരു പുതപ്പ് പോലെ നിലനിൽക്കുന്ന അന്തരീക്ഷ ഘടകമേത്? ജലബാഷ്പം. അന്തരീക്ഷം ഉൾക്കൊള്ളുന്ന പൊടിപടലങ്ങൾ സാധാരണമായി കണ്ടുവരുന്ന ഭാഗമേത്? ഭൗമോപരിതലത്തിനോടടുത്ത ഭാഗങ്ങളിൽ. അന്തരീക്ഷം ഉൾക്കൊള്ളുന്ന പൊടിപടലങ്ങൾ സാധാരണമായി കണ്ടുവരുന്ന ഭാഗമേത്? ഭൗമോപരിതലത്തിനോടടുത്ത ഭാഗങ്ങളിൽ. അന്തരീക്ഷം ഉൾക്കൊള്ളുന്ന പൊടിപടലങ്ങളിൽ ഉൾപ്പെടുന്നവ എന്തെല്ലാം? കടലുപ്പ്, ചാരം, പൂമ്പൊടി, ഉൽക്കാശകലങ്ങൾ, നേർത്ത മൺതരികൾ. അന്തരീക്ഷം ഉൾക്കൊള്ളുന്ന പൊടിപടലങ്ങളിൽ ഉൾപ്പെടുന്നവ എന്തെല്ലാം? കടലുപ്പ്, ചാരം, പൂമ്പൊടി, ഉൽക്കാശകലങ്ങൾ, നേർത്ത മൺതരികൾ. ഏത് പ്രക്രിയയിലൂടെയാണ് അന്തരീക്ഷത്തിലെ ധൂളികണങ്ങൾ ഉയരങ്ങളിലെത്തുന്നത്? താപസംവഹനം. ഏത് പ്രക്രിയയിലൂടെയാണ് അന്തരീക്ഷത്തിലെ ധൂളീകണങ്ങൾ ഉയരങ്ങളിലെത്തുന്നത്? താപസംവഹനം. ഉപോഷ്ണ മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളിൽ ഭൂമധ്യരേഖാ പ്രദേശത്തെ അപേക്ഷിച്ച് പൊടിപടലങ്ങൾ കൂടുതലായി കാണുന്നതിനുള്ള കാരണമെന്ത്? ഈ പ്രദേശങ്ങളിലെ വരണ്ട കാറ്റുമൂലം. ഉപോഷ്ണ മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളിൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് അപേക്ഷിച്ച് പൊടിപടലങ്ങൾ കൂടുതലായി കാണുന്നതിനുള്ള കാരണമെന്ത്? ഈ പ്രദേശങ്ങളിലെ വരണ്ട കാറ്റുമൂലം. അന്തരീക്ഷത്തിലെ ഘനീകരണ മർമ്മങ്ങളായി വർത്തിക്കുന്നതെന്ത്? പൊടിപടലങ്ങൾ. അന്തരീക്ഷത്തിലെ ഘനീകരണ മർമ്മങ്ങളായി വർത്തിക്കുന്നതെന്ത്? പൊടിപടലങ്ങൾ. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെ ചുറ്റി നീരാവി ഘനീഭവിച്ച് രൂപം കൊള്ളുന്നതെന്ത്? മേഘങ്ങൾ. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെ ചുറ്റി നീരാവി ഘനീഭവിച്ച് രൂപം കൊള്ളുന്നതെന്ത്? മേഘങ്ങൾ. ഊഷ്മാവിൻ്റെ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൗമാന്തരീക്ഷത്തിലെ വിവിധ പാളികൾ ഏതെല്ലാം? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയർ, എക്സോസ്ഫിയർ. ഊഷ്മാവിൻ്റെ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. ഊഷ്മാവിൻ്റെ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൗമാന്തരീക്ഷത്തിലെ വിവിധ പാളികൾ ഏതെല്ലാം? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയർ, എക്സോസ്ഫിയർ. വിവിധ അന്തരീക്ഷ പാളികളെ വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകങ്ങളേവ? വ്യത്യസ്ത സാന്ദ്രതയും താപനിലയും. വിവിധ അന്തരീക്ഷ പാളികളെ വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകങ്ങളേവ? വ്യത്യസ്ത സാന്ദ്രതയും താപനിലയും. ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും വായുവിൻ്റെ സാന്ദ്രതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? കുറഞ്ഞു വരുന്നു. ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും വായുവിൻ്റെ സാന്ദ്രതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? കുറഞ്ഞു വരുന്നു. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി ഏത്? ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി ഏത്? ട്രോപ്പോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി എത്ര കിലോമീറ്ററാണ് ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം? 13 കിലോമീറ്റർ. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി എത്ര കിലോമീറ്ററാണ് ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം? 13 കിലോമീറ്റർ. ട്രോപ്പോസ്ഫിയർ പാളിയുടെ വ്യാപ്തി ധ്രുവപ്രദേശങ്ങളിലും ഭൂമധ്യരേഖാ പ്രദേശത്തും എപ്രകാരമാണ്? യഥാക്രമം 8 കിലോമീറ്റർ വരെയും 18 കിലോമീറ്റർ വരെയും. ട്രോപ്പോസ്ഫിയർ പാളിയുടെ വ്യാപ്തി ധ്രുവപ്രദേശങ്ങളിലും ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലും എപ്രകാരമാണ്? യഥാക്രമം 8 കിലോമീറ്റർ, അതായത് ധ്രുവപ്രദേശങ്ങളിൽ 8 കിലോമീറ്റർ വരെയും ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ 18 കിലോമീറ്റർ വരെയും. ഭൂമധ്യരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയറിൻ്റെ വ്യാപ്തി കൂടിയിരിക്കാൻ കാരണമെന്ത്? ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ ശക്തമായ സംവഹന പ്രവാഹത്താൽ താപം ഉയരങ്ങളിലേക്ക് പ്രസരിക്കുന്നതിനാൽ. ഭൂമധ്യരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയറിൻ്റെ വ്യാപ്തി കൂടിയിരിക്കാൻ കാരണമെന്ത്? ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ ശക്തമായ സംവഹന പ്രവാഹത്താൽ താപം ഉയരങ്ങളിലേക്ക് പ്രസരിക്കുന്നതിനാൽ. ട്രോപ്പോസ്ഫിയറിനെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് വേർതിരിക്കുന്ന സംക്രമണ മേഖല ഏത്? ട്രോപ്പോപാസ്. ട്രോപ്പോസ്ഫിയറിനെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് വേർതിരിക്കുന്ന സംക്രമണ മേഖല ഏത്? ട്രോപ്പോപാസ്. ഭൂമധ്യരേഖാ പ്രദേശത്തിനു മുകളിൽ ട്രോപ്പോപാസിലെ ഏകദേശ താപനില എത്ര? -80 ഡിഗ്രി. ഭൂമധ്യരേഖാ പ്രദേശത്തിനു മുകളിൽ ട്രോപ്പോപാസിലെ ഏകദേശ താപനില എത്ര? -30 ഡിഗ്രി. -80 ഡിഗ്രിയാണ് കേട്ടോ. -80 ഡിഗ്രി. ധ്രുവപ്രദേശത്ത് ട്രോപ്പോപാസിലെ ഏകദേശ താപനില എത്ര? -45 ഡിഗ്രി. ധ്രുവപ്രദേശത്ത് ട്രോപ്പോപാസിലെ ഏകദേശ താപനില എത്ര? -45 ഡിഗ്രി.
ട്രോപ്പോസ്ഫിയറിന് തൊട്ടുമുകളിലുള്ള അന്തരീക്ഷ പാളി ഏത്? ട്രോപ്പോസ്ഫിയറിന് തൊട്ടുമുകളിലുള്ള അന്തരീക്ഷ പാളി ഏത്? സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ടുമുകളിലുള്ള അന്തരീക്ഷ പാളി ഏത്? സ്ട്രാറ്റോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളി ഏത്? സ്ട്രാറ്റോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളി ഏത്? സ്ട്രാറ്റോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാളിയായ ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? സ്ട്രാറ്റോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാളിയായ ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? സ്ട്രാറ്റോസ്ഫിയർ. സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന ഏറ്റവും അപകടകാരിയായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയുടെ രക്ഷാകവചമായി വർത്തിക്കുന്നതെന്ത്? ഓസോൺ പാളി. സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന ഏറ്റവും അപകടകാരിയായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയുടെ രക്ഷാകവചമായി വർത്തിക്കുന്നതെന്ത്? ഓസോൺ പാളി. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ 80 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളി ഏത്? മീസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ 80 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളി ഏത്? മീസോസ്ഫിയർ. മീസോസ്ഫിയർ പാളിയിൽ ഉയരം കൂടുന്തോറും താപനിലയ്ക്ക് എന്ത് സംഭവിക്കുന്നു? കുറഞ്ഞു വരുന്നു. മീസോസ്ഫിയർ പാളിയിൽ ഉയരം കൂടുന്തോറും താപനിലയ്ക്ക് എന്ത് സംഭവിക്കുന്നു? കുറഞ്ഞു വരുന്നു. മീസോസ്ഫിയർ പാളിയിൽ ഭൗമോപരിതലത്തിൽ നിന്ന് 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില എത്ര വരെ താഴുന്നു? -100°C വരെ. മീസോസ്ഫിയർ പാളിയിൽ ഭൗമോപരിതലത്തിൽ നിന്ന് 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില എത്ര വരെ താഴുന്നു? -100°C വരെ. മീസോസ്ഫിയറിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം എങ്ങനെ അറിയപ്പെടുന്നു? മീസോപാസ്. മീസോസ്ഫിയറിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം എങ്ങനെ അറിയപ്പെടുന്നു? മീസോപാസ്. മീസോസ്ഫിയറിനു മുകളിൽ 80 കിലോമീറ്ററിനും 400 കിലോമീറ്ററിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മണ്ഡലം ഏത്? അയോണോസ്ഫിയർ. മീസോസ്ഫിയറിന് മുകളിൽ 80 കിലോമീറ്ററിനും 400 കിലോമീറ്ററിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മണ്ഡലം ഏത്? അയോണോസ്ഫിയർ. മീസോസ്ഫിയറിന് മുകളിലെ പാളിയെ അയണോസ്ഫിയർ എന്ന് വിളിക്കാൻ കാരണമെന്ത്? വൈദ്യുതി ചാർജുള്ള അയൺ കണികകളുടെ സാന്നിധ്യമുള്ളതിനാൽ. മീസോസ്ഫിയറിന് മുകളിലെ പാളിയെ അയണോസ്ഫിയർ എന്ന് വിളിക്കാൻ കാരണമെന്ത്? വൈദ്യുതി ചാർജുള്ള അയൺ കണികകളുടെ സാന്നിധ്യമുള്ളതിനാൽ. ഭൂമിയിൽ നിന്ന് അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്ന പാളി ഏത്? അയണോസ്ഫിയർ. ഭൂമിയിൽ നിന്ന് അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്ന പാളി ഏത്? അയണോസ്ഫിയർ. ഉയരം കൂടുന്തോറും അയണോസ്ഫിയർ പാളിയിലെ താപനിലയ്ക്ക് എന്ത് സംഭവിക്കുന്നു? താപനില കൂടി വരുന്നു. ഉയരം കൂടുന്തോറും അയണോസ്ഫിയർ പാളിയിലെ താപനിലയ്ക്ക് എന്ത് സംഭവിക്കുന്നു? താപനില കൂടി വരുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളി ഏത്? എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളി ഏത്? എക്സോസ്ഫിയർ. വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ നേർത്തു വന്ന് ബഹിരാകാശത്തേക്ക് ലയിക്കുന്ന അന്തരീക്ഷ പാളി ഏത്? എക്സോസ്ഫിയർ. വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ നേർത്തു വന്ന് ബഹിരാകാശത്തേക്ക് ലയിക്കുന്ന അന്തരീക്ഷ പാളി ഏത്? എക്സോസ്ഫിയർ. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഏത് അന്തരീക്ഷ പാളിയാണ് ബഹിരാകാശത്തോട് ചേർന്ന് കിടക്കുന്നത്? എക്സോസ്ഫിയർ. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഏത് അന്തരീക്ഷ പാളിയാണ് ബഹിരാകാശത്തോട് ചേർന്ന് കിടക്കുന്നത്? എക്സോസ്ഫിയർ. ഇനി ഒരു ബോക്സിൽ കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ജൈവ പ്രവർത്തനങ്ങൾ നടക്കുന്ന അന്തരീക്ഷ പാളി. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? ട്രോപ്പോസ്ഫിയർ. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? ട്രോപ്പോസ്ഫിയർ. മഞ്ഞ്, മഴ, കാറ്റ് തുടങ്ങിയ എല്ലാ തരത്തിലുമുള്ള അന്തരീക്ഷ പ്രതിഭാസങ്ങളും കണ്ടുവരുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? ട്രോപ്പോസ്ഫിയർ. മഞ്ഞ്, മഴ, കാറ്റ് തുടങ്ങിയ എല്ലാ തരത്തിലുമുള്ള അന്തരീക്ഷ പ്രതിഭാസങ്ങളും കണ്ടുവരുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷ പാളിയിൽ ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും ഏത് അളവിലാണ് അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നത്? 1°C എന്ന നിലയിൽ. ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷ പാളിയിൽ ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും ഏത് അളവിലാണ് അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നത്? 1°C എന്ന നിലയിൽ. ഭൂമിയിലെ എല്ലാ തരത്തിലുമുള്ള ജൈവ പ്രവർത്തനങ്ങളും നടക്കുന്ന അന്തരീക്ഷ പാളി ഏത്? ട്രോപ്പോസ്ഫിയർ. ഭൂമിയിലെ എല്ലാ തരത്തിലുമുള്ള ജൈവ പ്രവർത്തനങ്ങളും നടക്കുന്ന അന്തരീക്ഷ പാളി ഏത്? ട്രോപ്പോസ്ഫിയർ. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്